ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജപമാല റാലി കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്താൽ മാതാവിൻ്റെ സാന്നിധ്യത്തിലും മാധ്യസ്ഥതയിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളോടെ സമാപിച്ച ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മുടെ ശുശ്രൂഷയിൽ വീണ്ടും കുറച്ചുകൂടി ഗൗരവതരമായി ഭാഗവാക്കാകുന്നത്. ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ ദേവമാല റാലിയിൽ കേൾക്കുകയും പറയുകയും എപ്പോഴും ആൾക്കാരത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ സ്പർശിച്ച ഒരു ഇൻസിഡൻ്റ് എന്ന് പറയണത്, നമ്മളിവിടുന്ന് പോയി അർത്തിങ്കപ്പടിയിൽ അങ്ങനെ നിറഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ബ്ലോഗർ ആ മഹാസമുദ്രത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ചേടത്തിയോട് മേക്ക് കാണിച്ചിങ്ങനെ ചോദിക്കോ, അവിടുന്ന് ഇവിടം വരെ നടന്നില്ലേ, ഇപ്പോഴെന്ത് തോന്നുന്നു ചോദിക്കും. അപ്പോഴേ അവർ പറയുന്നൊരു ഉത്തരവുണ്ട്. ഒരു സാധാരണ ഒരു വീട്ടമ്മ ചേച്ചിയാണ്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന ഉത്തരവുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം ആരോ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നണുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ജനകീയമായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് സത്യമായൊരു കാര്യമാണ്. പലർക്കും അങ്ങനെ പറയാൻ കഴിയണില്ലെന്നേ ഉള്ളൂ. ആൾക്കാർക്കെല്ലാം അനുഭവങ്ങൾ സെയിമാണ്. പക്ഷേ ചിലർക്കത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണില്ല. എന്തോ സംഭവിക്കുന്നുണ്ടോ. എല്ലാ മേഖലയിൽ ചെല്ലുമ്പോഴും എക്സ്പീരിയൻസ്. ഇപ്പോൾ ഓഫീസിൽ ചെന്നാലും പെൻഡിങ് ആയ ഫയലായാലും വിൽക്കാൻ പറ്റാത്ത പുരയിടമായാലും എല്ലായിടത്തും അമ്മ ഇങ്ങനെ ഒരു സാന്നിധ്യമായി നമുക്ക് വേണ്ടി നിൽക്കുന്ന പോലെയുള്ളൊരു അനുഭവമാണ് ആൾക്കാർ സാക്ഷ്യങ്ങളിലൂടെ പറയണത്. ഇന്നലെ ഒരു രസകരമായ സാക്ഷ്യമുണ്ടായി. രസകരം വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളി സഹോദരനാണ്. അയാളുടെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ്. അയാൾ ഈ എറണാകുളം സൈഡിലുള്ള എറണാകുളം പശ്ചിമ കൊച്ചിയിലുള്ള ആളാണ്, പുത്തൻതോട്. ഫ്രാങ്ക്ലിൻ്റെ അനുഭവം അതിനേക്കാൾ വ്യത്യസ്തമാണ്. അതായത് ഞാൻ ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഉടമ്പടിയുടെ റേഞ്ചാണ്. അതായത് ഈ മത്സ്യത്തൊഴിലാളി വള്ളങ്ങൾ കോരുവള്ളമുണ്ട്, കാരിയർ വള്ളമുണ്ട്. കാരിയർ വള്ളം എന്ന് പറയുന്നത് കോരുവള്ളത്തിൻ്റെ 10-60 പേര് കോരുവള്ളത്തിൽ കാണും. അപ്പോൾ അത് ചരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കോരുവള്ളം തന്നെ തീരത്ത് വന്ന് ചരക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഒരു മീൻ പണിയേ കിട്ടത്തുള്ളൂ. അത് കാരണം അവരെല്ലാവരും തന്നെ കാരിയർ എന്ന് പറഞ്ഞ് കാലിവള്ളം കൊണ്ടുപോകും. കാലിവള്ളത്തിൽ 5 പേരുണ്ടാവും, എൻജിൻ ഡ്രൈവർ ഉൾപ്പെടെ. അപ്പോൾ ഒരു കോര് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ കാരിയർ വള്ളത്തിലേക്ക് ചരക്ക് മറച്ചിട്ടിട്ട്, കാരിയർ വെള്ളമാണ് കച്ചവടത്തിന് വേണ്ടി കരക്ക് വരുന്നത്. കോരുവെള്ളം കടലിൽ കിടന്ന് അപ്പോഴും അടുത്ത സെക്ഷനിൽ കോരിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫ്രാങ്കിൾ എന്ന് പറയുന്ന ആൾ കാരിയർ വെള്ളത്തിലാണുള്ളത്. പക്ഷേ ഇവർ കുറച്ച് ചരക്കുണ്ടായിരുന്നു, അത് കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കാരിയർ വെള്ളത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ 5 കക്ഷികൾ, നമ്മൾ അങ്ങനെയാണല്ലോ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി. അവർ 6 പേര് ഉറങ്ങിപ്പോയി.
പക്ഷെ ഇയാൾ ഈ മൂത്രമൊഴിക്കാൻ വേണ്ടി സൈഡിലോട്ട് പോയി. ഉറക്കമാണെങ്കിലും ഉറക്കുന്നതിനിടയിൽ എഴുന്നേറ്റപ്പോൾ ആ പുറകിൽ പോയി ഇവർ മൂത്രമൊഴിച്ചിട്ട് വരുന്ന സമയത്ത് ഇവർ തെറ്റി കടലിൽ വീണു. ഈ മനുഷ്യൻ കടലിൽ പോയിട്ട് ആരും അറിഞ്ഞില്ല. വള്ളം ഇങ്ങനെ എഞ്ചിൻ വിട്ട് പോവുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആൾ മിസ്സാകണ കാര്യം അറിയണത്. അപ്പോൾ അവരുടെ കയ്യിൽ എണ്ണയുമില്ല, എണ്ണയും തിരിച്ചോടിക്ക് വരാനുള്ള എണ്ണയില്ല. പിന്നെ വേറെ വയർലെസ്സിൽ വേറൊരു വള്ളത്തെ ബന്ധപ്പെട്ട് അവർ വരുത്തി അവിടേക്ക് നിന്ന് കടലിൽ വെച്ച് എണ്ണ വാങ്ങിച്ചിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ അയാൾ മരിച്ചു പോയില്ല, വെള്ളത്തിലല്ലേ. അപ്പോൾ അയാളെ ഇന്നത്തെ ഡെഡ് ബോഡി എങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കരയിൽ വരുമ്പോൾ ഭയങ്കര യുദ്ധം നടക്കും. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നൊന്നും കിട്ടത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പം അത് നിസ്സാര കാര്യമല്ല, ഭയങ്കര സീരിയസ് പ്രശ്നമാണത്. അപ്പോൾ അവർ കടലിൽ നിന്ന് എവിടെയെങ്കിലും ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടേ പോരത്തുള്ളൂ, എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും. അവർ തിരിച്ച് ഒരു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10-25 കിലോമീറ്റർ തിരിച്ച് വള്ളം വരുമ്പോൾ ഈ ഒരു പായലിൻ്റെ ഇടയ്ക്ക് അരികിൽ ആ മനുഷ്യൻ കഷണ്ടിയായ കാരണം തലമുടി പോലും കാണത്തില്ല. പക്ഷേ എങ്കിലും ഈ റോസ് ഷർട്ട് ഇട്ടിരിക്കണ കാരണം ആ റോസിൻ്റെ ഒരു വര കാണാം. ആദ്യം ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിങ്ങനെ എനിക്ക് നീന്തി കുഴഞ്ഞപ്പോൾ കടലല്ലേ, പിന്നെ ഒരുപാട് വള്ളങ്ങളൊന്നുമില്ല സഹായിക്കാൻ, വീണുപോയില്ലേ. അപ്പം നീന്തി പരമാവധി നീന്തിയിട്ട് എങ്ങോട്ട് നീന്തിയിട്ട് എന്ത് കാര്യം, ഒരു പ്രയോജനമില്ല, കര കാണാത്ത കടലിൽ കിടക്കുകയാണ്. അവസാനം മസിൽ പിടിച്ച് നീന്തി തണുത്ത വെള്ളത്തിൽ നീന്തി കഴിയുമ്പോൾ മസിൽ തൊടയുടെ മസിൽ വെട്ടിക്കയറും, പിന്നെ കാലനങ്ങത്തില്ല, സ്റ്റിഫാകും. അപ്പോൾ പിന്നെ ആൾ താന്നു പോകും. അങ്ങനെ താന്നു പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ കുറച്ച് നീന്തൊക്കെ അറിയാവുന്ന കാരണം പുള്ളി ഇങ്ങനെ മലന്ന് കിടക്കാൻ നോക്കി കടലിൽ. കുറച്ച് നേരം കിടന്നതായിട്ട് പിന്നെ ബോധം പോയി. കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് പിന്നെ ബോധം പോയി. ഇവർ 45 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞാണ് ഇവർ ആളെ കിട്ടണത്. ആളെ കിട്ടുമ്പോൾ അവർക്ക് ഒന്നും അവർ നിൽക്കുക നോക്കുമ്പോൾ തലയുടെ ഈ മൂക്ക് മാത്രം മുകളിൽ ഇങ്ങനെ നിർത്തിക്കുന്നുണ്ട്, മൂക്ക് മാത്രം. എന്നിട്ട് ഫുൾ ബോഡി ഇങ്ങനെ തിരശ്ചീനമായിട്ട് നമ്മളിങ്ങനെ ലംബമായിട്ട് വെള്ളത്തിൽ അകത്ത് നിൽക്കുകയാണ്. അത് എത്ര വലിയ എക്സ്പേർട്ടായാലും വിശദീകരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൾ മരവിച്ച് പോയി, ബോധവും പോയി, മരവിച്ച ആൾ നിൽക്കുകയാണ് ഇങ്ങനെ കടലിൻ്റെ ഉള്ളിൽ. ബോധവും പോയി മരവിച്ച ആൾ 45 മിനിറ്റ് 3/4 മണിക്കൂർ എന്നൊക്കെ ചിന്തിച്ചേക്കുക. ബോധം പോയി സർവാംഗം മരവിച്ച ആൾ. ഇയാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പോലും 3-4 ആശുപത്രി മാറിയിട്ടാണ് ഇയാളൊന്ന് ബോഡി ചൂടാക്കി എടുത്ത് കുറേ വർക്ക് ചെയ്തപ്പോഴാണ് ബോധത്തിലേക്ക് വന്നത്. പക്ഷേ ബോധം പോയി മരവിച്ച ആൾ 45 മിനിറ്റ് കടലിൽ മുങ്ങി നിൽക്കുകയാണ്. മൂക്ക് മാത്രം മുകളിലുണ്ട്. അപ്പം മൂക്ക് മാത്രം മുകളിൽ ഒരു മരവിച്ച ആളിന്, ബോധം പോയ ആളിന് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, ടെക്നിക്കായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രാങ്ക്ലിൻ പറയണത്, ഞാൻ ഉടമ്പടി പുതുക്കിയ കാരണം അമ്മ എൻ്റെ മൂക്ക് മുകളിൽ കൊണ്ടുവന്ന് കടലിൽ എന്നെ താങ്ങി നിർത്തിയത് 45 മിനിറ്റുള്ള സമയം. ഉടമ്പടിയാണ്. ഒക്ടോബർ മാസം 15-ാം തീയതി അദ്ദേഹം അത് പുതുക്കിയിട്ടുണ്ട്. ഒക്ടോബർ മാസം 15-ാം തീയതി അത് പുതുക്കിയതാണ്. അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം, ഇത് സാധ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ബോധം പോയല്ല, ബോധം പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കടൽ ചെയ്യണതെല്ലാം ബോഡി വെയിറ്റ് അനുസരിച്ച് കടലാണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ചിലപ്പോൾ തലകുത്തി താഴെ പോയെന്ന് വരും. പിന്നെ 3-ാം ദിവസമേ പൊങ്ങത്തുള്ളൂ. പിന്നെ എവിടെയാണ് തലകുത്തി താഴെ പോയാൽ പിന്നെ പൊങ്ങണ എവിടെയെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടൂർ ഈ നേരെ പടിഞ്ഞാറ് വശത്ത് ഒരാളിതുപോലെ മിസ്സായി. 3 ദിവസമായിട്ട് ഒരു അനക്കവും ഇല്ല. പിന്നെ ഞാൻ ആ വീട്ടിൽ പോയി, അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് കാട്ടൂർ വീട്ടിൽ പോയിട്ട് അവരോട് അവിടെ മുറിയുന്നുണ്ട്. അവരെല്ലാവരും സങ്കടത്തിലല്ലേ, ഡെഡ് ബോഡി പോലും കിട്ടണില്ല.
പിന്നെ ആ വീട്ടിൽ രാത്രി ഞാൻ അവിടെ കൂടെ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാതാവിന് അവരോട് പറഞ്ഞു 72 ദിവസം 72 മണിക്കൂർ ഡേറ്റ് ഇട്ട്. ആ ഡേറ്റ് ഇട്ടത് അതാണ്, നമ്മളൊരു ഡേറ്റ് ഇട്ടാൽ അമ്മയും നമ്മളും തമ്മിൽ ഉടമ്പടി റിലേഷൻസ് ഉണ്ടെങ്കിൽ അമ്മ അത് ഹോണർ ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് നേവി വന്ന്, ഹെലികോപ്റ്റർ വന്ന്, വേറെ കപ്പൽ വന്ന്, കോസ്റ്റ് ഗാർഡ് വന്ന്, അവർക്ക് എവിടെയും ലെക്വറ്റ് ചെയ്യാൻ പറ്റില്ല. ആൾ ഡെഡ് ആയിട്ട് താഴെ കിടക്കുകയല്ലേ. അപ്പോൾ ഇത് ഒഴുകിപ്പോകുമോ, ചുറക് തിന്നുമോ എന്നൊന്നും അറിയത്തില്ല. ചുറകൊക്കെ തിന്നെങ്കിൽ നിമിഷങ്ങൾ മതിയല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് 72 മണിക്കൂർ എന്ന് പറഞ്ഞ് ആ വീട്ടുകാരോട് പറഞ്ഞു. 72 മണിക്കൂർ ആളെ കണ്ടില്ലേ, നീ കൃപാസനത്തിൽ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മയുമായിട്ട് നമുക്ക് കൊടുത്ത ഡേറ്റാണ്, സമയമാണത്. അമ്മ സമയത്തിൻ്റെ മാതാവില്ലേ. അപ്പം അമ്മ അത് ഹോണർ ചെയ്യും. അപ്പോൾ 72 മണിക്കൂർ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ആളെ കിട്ടി. മരിച്ചുപോയി, എന്നാലും കിട്ടി. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു ഫ്രാങ്കലിനും. ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഫ്രാങ്കലിനും. അവിടെയാണ് ഉടമ്പടിയുടെ പ്രത്യേകത. അതാണ് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും. ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും. എന്നിട്ട് ഈ മൂക്ക് മാത്രം മോളിൽ കാണിച്ചുകൊണ്ട് ഈ കടലിൽ ഇങ്ങനെ താങ്ങി കയ്യെ നിർത്തുമെന്ന് പറയണമെന്ന് വെച്ചാൽ അത് കടലിൽ പോയവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, നടക്കാത്ത കാര്യമാണെന്ന്. മൂക്ക് മാത്രം പുറത്ത് വെള്ളത്തിന് മുകളിൽ കാണിച്ചുകൊണ്ട് ആളെ ഇങ്ങനെ തിരശ്ചീനമായിട്ട് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അത് ആരെങ്കിലും ഇങ്ങനെ കൈ പിടിച്ച് നിർത്താതിരിക്കാൻ പറ്റത്തില്ല. അതേ നമുക്ക് ബോധം ഉണ്ടാകണം. ബോധം ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചിങ്ങനെ പതപ്പിച്ച് നിൽക്കാം. അത് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആ പതപ്പിലൊക്കെ തീരും, മസ്തിൽ വെട്ടിക്കയറി പോവും. ഇതിങ്ങനെ ഈ ഡെഡ് ബോഡി നിൽക്കുന്ന സംഭവത്തിന് മൂക്ക് മുകളിൽ നിർത്തിക്കൊണ്ട് കയ്യെ താങ്ങിക്കൊണ്ട് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉടമ്പടി ബന്ധമാണത്. സംരക്ഷണം, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഉടമ്പടിയുടെ സംരക്ഷണം എവിടം വരെ ഉണ്ടെന്ന് നമുക്കൊരു പിടിയില്ല അത്രക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെ ഉടമ്പടിയുടെ ഒരു വിഷയം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വസ്തു വിൽക്കണം എന്നുള്ള വിഷയം, വസ്തു വിറ്റില്ലല്ലോ, ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞ പോലെ അളിഞ്ഞ മോന്തമായിട്ട് മോന്തയും കയറിയിരിക്കുന്ന ആൾക്കാണ്. ഈ ഒരു ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സബ്ജക്റ്റ് അതായിരിക്കാം. പക്ഷേ ഇതെന്ന് പറയുന്നത് നല്ല കവറേജുള്ള സംഭവമാണ്. ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യല്ലേ, അപ്പം ജീവന് വരെ അത് കവറേജ് ആണെന്നല്ലേ അവസാനത്തെ തെളിവുകൾ, ഫ്രാങ്കിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ റിലേഷൻസ് പോകാതിരിക്കാൻ നോക്കണം. അപ്പം നിങ്ങളുടെ ഒരു വിഷയം അത് ചിലപ്പോൾ പഠനമാകാം, പ്രാർത്ഥനയാകാം, വിവാഹമാകാം. നിങ്ങൾ ഇപ്പം കുടുംബിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന് ലാഗിങ് ഉണ്ടായാലും നിങ്ങൾ ഉടമ്പടിയിൽ അതിൻ്റെ പ്രതിഫലനം കാണിക്കരുത്. ആൾക്കാർക്ക് പറയുന്ന അബദ്ധം അതാണ്. അവർ പറയുന്ന പെർട്ടിക്കുലർ പ്രശ്നങ്ങൾക്ക് ചില സമയത്ത് ദൈവത്തിൻ്റെ സമയമായില്ലെങ്കിലും അവർ അത് നടന്നില്ലല്ലോ, കാനഡ PR ഒത്തില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ PR വിഷയത്തിന് മാത്രം മാതാവിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ ഉടമ്പടിയിൽ ലാഗിങ് ഉണ്ടാക്കും. അത് നമ്മൾ തിരുത്തണം. കാര്യം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം മാത്രമല്ല, ജീവന് വരെ പരിരക്ഷ നൽകിക്കൊണ്ടെന്നുള്ള ഒരു വലിയ സംരക്ഷണ കവറേജാണ് ഉടമ്പടിയിലൂടെ ദൈവം തന്നോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന മക്കളെ ദൈവം കാണുന്നത് സ്വന്തമായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ജെറമിയ പുസ്തകമില്ലേ, ജെറമിയ 31:31 എഴുതേ, ശ്രുതികട ഹല്ലേലൂയ. ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. അടുത്ത വായിച്ചോളൂ. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ലാതെ ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. ഇതാ പ്രശ്നം. ഞാൻ അവരുടെ
അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. അപ്പം ഉടമ്പടിയിൽ ജനങ്ങൾക്ക് വരുന്ന വിഷയം, ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും, ജീവൻ്റെ മേലും കർത്താവായിട്ട് സംരക്ഷണമായിട്ട് നിന്നാലും ജനങ്ങളുടെ കാര്യങ്ങൾ അവർ പ്രാധാന്യം അപ്പം കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇപ്പം പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ലാഗിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ലംഘിക്കും. ഇത് ഉടമ്പടിയുടെ ഒരു ഡേഞ്ചർ സോണാണ്. കാര്യം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഒരു വസ്തുവുമായിട്ടല്ല, ഒരു വസ്തുവിൻ്റെ ബേസ് ചെയ്തല്ല. എല്ലാ ആൾക്കാരും സംഭവിക്കുന്നത് അവർ ഉടമ്പടി ചെയ്യണത് ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ ചെയ്യണം. ഇപ്പോൾ കല്യാണം, മക്കളുടെ കല്യാണം ഒത്തുവരാത്തവർ ആ ഒരു വിഷയത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യും. മക്കളില്ലാത്തവർ ആ ഒരു വിഷയത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യും. പക്ഷേ ഉടമ്പടി വിഷയത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഉടമ്പടി വിഷയ ബന്ധി അല്ലത്, വ്യക്തിബന്ധിയാണ്. അവിടെയാണ് പ്രശ്നം വരണത്. അത് സീരിയസ് പ്രശ്നമാണ്. ഉടമ്പടി നമ്മൾക്ക് പലർക്കും വിഷയബന്ധിയാണ്. പക്ഷെ ഉടമ്പടി അതിൻ്റെ നിലനിൽപ്പിലെ വ്യക്തിബന്ധിയാണ്. വിഷയമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉടമ്പടിയിൽ ഉണ്ടാകുന്ന സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ വിഷയങ്ങൾക്കും വ്യത്യസ്ത വിഷയങ്ങൾക്കും ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു. പക്ഷെ എൻ്റെ വിഷയം ഞാൻ വിചാരിക്കുന്ന വിഷയം വിചാരിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ ഞാൻ പിതാക്കന്മാരെ പോലെ ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽ ജനം ചെയ്തതുപോലെ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്. കർത്താവേ, വിഷയത്തോടല്ല വ്യക്തിയാകുന്ന അങ്ങയോടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്ന ബോധ്യത്താൽ 31-33 കർത്താവ് അരുൾ ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും. അപ്പൊ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നെങ്കിൽ എന്താണ്? ഉടമ്പടി ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കും. വിഷയത്തിന് പ്രാധാന്യം കൊടുത്താണ് ഉടമ്പടി ചെയ്യുന്നെങ്കിൽ ഉടമ്പടി നിലവിലുണ്ടാകത്തില്ല. അതാണ് വിഷയം. അത് സീരിയസ് വിഷയമാണ്. അതായത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കും. അതിനെന്ത് വേണം? എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ നിയമങ്ങൾ, അതാണ് പ്രശ്നം. അപ്പം ജെറമ്യ 31-33 എന്ന് പറയണത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ നിയമങ്ങൾ പാലിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ രണ്ട് വചനങ്ങൾ തമ്മിൽ ലിങ്കാണ്. ഒന്നാമത്തെ വചനം എന്താണ്? ജെറമ്യ 31-33. അതെന്താ വചനം പറയണത്? നിങ്ങളുടെ ഉള്ളിൽ ഞാനൊരു ഉടമ്പടി സ്ഥാപിക്കും. എടുത്തോളൂ വചനം 31-33. ജെറമ്യ 31-33. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഈ നിക്ഷേപിക്കപ്പെടുന്നത് നമുക്ക് ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള മാർഗം എന്താണ്?
അത് യോഹന്നാൻ 14:15 എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ നിയമങ്ങളെ പാലിക്കും. അപ്പോൾ ദൈവസ്നേഹം കൊണ്ടാണ് നമ്മൾ നിയമങ്ങൾ പാലിക്കണത്. പക്ഷേ നിങ്ങൾ പലരും നിങ്ങളോടുള്ള ജോലിയോടുള്ള സ്നേഹമാണ് നിയമങ്ങളെ പാലിച്ചു പോണത്. പിടിയിടിയ നിങ്ങളുടെ മകൾക്ക് PR കിട്ടാൻ വേണ്ടിയാണ് നിയമങ്ങൾ പത്രമൊക്കെ എല്ലാം കൊടുക്കുന്നതും രോഗികളെ പോയി കാണുന്നത്. ഇവിടെയാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. എന്താണ് പ്രശ്നം? ഒന്നുകൂടി വായിച്ചേ, ജെറമിയ 31:33 ഒന്നുകൂടി വായിച്ചേ. ജെറമിയ 31:33. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഒന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും. അപ്പം നമ്മളുടെ ഹൃദയത്തിൽ ദൈവം ഉടമ്പടി എഴുതണ ഒരു സമയമുണ്ട്. അതെപ്പോഴാണ് എഴുതണത്? നമുക്ക് ദൈവസ്നേഹം തോന്നിയിട്ട് ദൈവസ്നേഹത്താൽ പ്രേരിതരായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ദൈവസ്നേഹത്തെ ഇപ്പം നമ്മൾ ദൈവസ്നേഹത്താൽ പ്രേരിതരായിട്ടല്ല ചെയ്യണത്. നമ്മൾ ചെയ്യണത് വിസ, ജോലി, നമ്മുടെ ആരോഗ്യം, രോഗം മാറാൻ, ആ രോഗത്തോട് നമ്മുടെ ജോലി, നമ്മുടെ വിവാഹം, അങ്ങനെ വരുമ്പോൾ നമ്മോടുള്ള സ്നേഹത്താൽ തന്നെയാണ് നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെയാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഉടമ്പടി ചെയ്യുന്നുണ്ട്, പക്ഷേ ആരോടാണ്? 14:15 അനുസരിച്ച്. ഏതിൻ്റെ 14:15? യോഹന്നാൻ 14. അപ്പോൾ യോഹന്നാൻ 14 എന്താ പറയണത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോഴേ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കും. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവരും നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ വീട് വിൽപ്പന, സ്ഥലം വിൽപ്പന, അങ്ങനെയുള്ള സ്ഥാവര ജംഗമ വസ്തു വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്, അത് നിവൃത്തിയാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മറ്റ് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നത് ദൈവത്തെയല്ല, നമ്മുടെ വിഷയത്തെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെയാണ്. ഇവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. പല ആൾക്കാരുടെ ഉടമ്പടി ഫയറാകാത്തതിൻ്റെ കാരണം അവർ ഇത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മൊബൈലൊക്കെ എടുക്കുമ്പോൾ പറയത്തില്ലേ, അത് മാറിക്കിടക്കണമെന്ന് പറയത്തില്ലേ, ഇതുപോലെ നമ്മൾ ഉടമ്പടിക്ക് സംഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടെ വിഷയം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ദൈവസ്നേഹം ഇല്ലാതെ ചെയ്താൽ അതിൻ്റെ അർത്ഥം അത് സാങ്കേതികമായിട്ട് ചെയ്യണതാണ്. ദൈവസ്നേഹമില്ലാതെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്താൽ സാങ്കേതികമായിട്ട് ചെയ്യണതാണ്. ദൈവസ്നേഹത്തോട് കൂടി മാത്രമേ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? മാംസളമായ ഹൃദയമെന്ന് പറയും. എസെക്കിയേൽ 36:26 എടുത്തേ. എസെക്കിയേൽ 36:26. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സാധനം. അതായത് ഒന്ന് പറഞ്ഞേ, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ഈ ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഹൃദയത്തിനാണ് മാംസളമായ ഹൃദയം എന്ന് ബൈബിൾ പറയുന്നത്. ദൈവസ്നേഹം ഇല്ലാതെ വസ്തുസ്നേഹം ഉണ്ടെങ്കിൽ ശിലാഹൃദയമായിട്ട് ഇരിക്കും, കല്ല് പോലെ ഇരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെ മാത്രമേ താല്പര്യമുള്ളൂ, ദൈവസ്നേഹമില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഹൃദയം കല്ല് പോലെ ഇരിക്കും, മാംസളമായ ഹൃദയമല്ല, ദൈവസ്നേഹമില്ല. ഇത് നമ്മൾ വിഭജിച്ച് മനസ്സിലാക്കാതെ ഉടമ്പടി പുരോഗമിക്കത്തില്ല. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചി ഇത് ഞാൻ 4ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ കയറി പറയണമെന്നൊക്കെ പറഞ്ഞില്ലേ? 4ാമത്തെ സാക്ഷ്യം
അപ്പം ഒരു നാലാം സാക്ഷി, ഉടമ്പടിയുടെ 4ാം സാക്ഷ്യത്തിൻ്റെ തലമുറയിൽ എത്തിയിരിക്കണവർ. ഉടമ്പടി 4ാം സാക്ഷ്യത്തെ തലമുറ എത്തിയിട്ടുണ്ടെങ്കിലും കൊച്ചച്ഛൻ ക്ലിൻ്റനച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടത്തിനെ കണ്ട് സംസാരിച്ചു. അവരുടെ കയ്യിലിരിക്കുന്ന സിൽവർ ഗ്രേയാണ്, ഉടമ്പടി സിൽവർ ഗ്രേ. അപ്പം അച്ഛൻ ഭയങ്കര ആദരവോടെയാണ് അവരോട് സംസാരിച്ചത്. പക്ഷേ എന്നിട്ട് എൻ്റെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞ് ആ സിൽവർ ഗ്രേയുടെ ഒരു ഗുണമൊന്നും അവരെ സംസാരിച്ചിട്ട് അവരുടെ കയ്യിലില്ലെന്ന്. ഞാനത് നോട്ട് ചെയ്ത്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇവർ സിൽവർ ഗ്രേ ആണ് ആൾ, ഉടമ്പടി ദാറ്റ് മീൻസ് വൈറ്റ് കഴിഞ്ഞിട്ട് വരണതാണ്. പക്ഷേ അത്രയും ദൈവസ്നേഹത്തിൽ ഇവർ വളർന്നിട്ടില്ല. ഇപ്പോഴും ഇതുപോലെ ഓരോ ഈ അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും പറഞ്ഞ് അവലാദിയും പറഞ്ഞ് സിൽവർ ഗ്രേയും തലയെ വെച്ചുകൊണ്ട് ഇത് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതാണ് വിഷയം. കാര്യം ഇന്ന് വരെ അവരുടെ ഉള്ളിൽ ദൈവം ഒരു ശിലാഹൃദയം എടുത്ത് മാറ്റിയിട്ട് സാങ്കേതിക വിഷയത്തിൽ ദൈവത്തിന് ഇടപെടുന്ന ആ ഒരു ഹൃദയമാണ് ശിലാഹൃദയം. മറിച്ച് ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ജീവിതക്രമം രൂപപ്പെട്ട് വന്നിട്ടില്ല. അത് എന്താ പ്രശ്നം വെച്ചാൽ, അത് വരണമെങ്കിൽ ഇവിടെ എല്ലായിടത്തും വരണ ഒരു പ്രശ്നമുണ്ട്. ചൈതന്യം എന്ന് ബൈബിൾ പറയും. അതെൻ്റെ ഒരു കുറവുണ്ട്. ഇപ്പം നിങ്ങൾ എന്നെ ഇപ്പം എന്താ ഇത് വായിച്ചത്? എസെക്കിയേൽ 36:26 36:27 എന്താ വായിച്ചത്? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അപ്പം പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞിട്ട്, ഈ പുതിയ ഹൃദയം ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. ആ പുതിയ ഹൃദയത്തിന് പുതിയ ചൈതന്യമാണ് ദൈവം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെ അതിൻ്റെ ഇപ്പം വലിയ മത്സ്യങ്ങളാണെങ്കിൽ അക്വേറിയം നമ്മൾ വലുതാക്കും. ഗപ്പിയ വലയൊക്കെ ആണെങ്കിൽ കുഞ്ഞ് അക്വേറിയം വെച്ചാൽ മതി, ഇല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ വീര്യശക്തി കൂടുന്നതനുസരിച്ച് കൊണ്ട് നമ്മളുടെ കാരുണ്യ പ്രവർത്തികളുടെ നിലവാരങ്ങൾ വിസ്തരിക്കേണ്ടി വരും. ഇതൊരു മാത്തമാറ്റിക്സാണ്, സ്പിരിച്വൽ മാത്തമാറ്റിക്സാണ്. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇത് ഒന്നെങ്കിൽ ശക്തി പ്രാപിക്കും, അല്ലെങ്കിൽ നിർവീര്യമായിപ്പെടും. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്നൊക്കെ പറയുന്നില്ലേ? 1 തെസ്സലോനിക്കൻസ് 5:19 1 തെസ്സലോനിക്ക 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഒന്ന് പറഞ്ഞേ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമുക്ക് നൽകുന്ന ശാസനകളിൽ ഒന്നാണ് ആത്മാവിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെയാണ്. നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ എന്താ പറഞ്ഞിരിക്കണത്? 1 തെസ്സലോനിക്കർ 5:19 എന്താ പറയണത്? നിർവീര്യമാക്കരുത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീര്യപ്പെടുത്തണമെന്നതിൻ്റെ അർത്ഥം. ഉറപ്പല്ലേ അത് ഷാഡോ വേർഡല്ലേ? അതായത് ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മാവിനെ നിങ്ങൾ വീര്യപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. ആത്മാവിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് വിഷയം. ഈ ഉടമ്പടിയിൽ വരുന്ന വിഷയം, ആത്മാവിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ആത്മാവിനെ ശക്തിപ്പെടുത്തണം എങ്ങനെയാണ്? ആത്മാവിൻ്റെ ഫലങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? 5:22 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഗലാത്യ 5:22 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ പറഞ്ഞ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അതായത് കാരുണ്യം. നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന രോഗികളെ കാണുന്നു, വാർദ്ധക്യ സദനങ്ങൾ നിങ്ങളെ സന്ദർശിക്കുന്നു, അവിടെ ഉടുപ്പ് നിങ്ങൾ കഴുകിക്കൊടുക്കുന്നു, പ്രായമുള്ളവരുടെ നഖങ്ങൾ നിങ്ങൾ വെട്ടിക്കൊടുക്കുന്നു, പ്രാന്തന്മാരെ നിങ്ങൾ കുളിപ്പിക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്.
പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മാവ് വീര്യപ്പെടുന്നില്ല. അതെന്താ കാര്യം? ആത്മാവിന് ഈ നിങ്ങൾ ചെയ്യുന്ന ചില ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം പോലെ ശരീരം നന്നാകണില്ലല്ലോ. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി അനുസരിച്ചുകൊണ്ട് ആത്മാവ് വീര്യപ്പെടുന്നില്ല. എന്താ കാര്യം? അത് ചെയ്യാൻ കാരണം ആത്മാവ് വീര്യപ്പെടണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ നടക്കാൻ വേണ്ടി ആ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ കല്ലുപോലെ ഹൃദയമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്, മാംസള ഹൃദയമായിട്ടല്ല. മാംസള ഹൃദയമാണെങ്കിൽ അത് ദൈവസ്നേഹത്താൽ നിറഞ്ഞതായിരിക്കും. ദൈവസ്നേഹത്താൽ നിറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഉടമ്പടിയുടെ ഫലങ്ങളെന്ന് പറയണത് നിങ്ങളുടെ ആവശ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സൽപ്രവൃത്തിയുടെ ഫലങ്ങളല്ല. ഉടമ്പടിയുടെ ഫലങ്ങളെന്ന് പറയണത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങളോട് അടിസ്ഥാനത്തിലാണ്, ആത്മാവിൻ്റെ ഫലങ്ങളാണ്. മനസ്സിലായില്ലേ? ആത്മാവിൻ്റെ ഫലങ്ങൾ വരുന്നത് സ്നേഹമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? ആനന്ദമാണ്. ആനന്ദം ഉണ്ടാകണം എങ്ങനെ? സ്നേഹം നമുക്ക് മനസ്സിലാകും. ദൈവസ്നേഹമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? ആനന്ദമാണ്. ആനന്ദം ഉണ്ടാകണമെങ്കിൽ സാത്താൻ്റെ സിംഹാസനം താഴെ പോകണം. സ്നേഹം നമുക്ക് ഓക്കെയാണ്, പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി ഈ ആനന്ദം കൂടി വന്നാൽ മാത്രമേ ഇവൻ കറക്റ്റ് എവാഞ്ചലിസ്റ്റ് ആകത്തുള്ളൂ, ദൈവത്തിൻ്റെ ജോലിക്കാരനാകണം. ആനന്ദം തന്നെ എപ്പോഴാണ്? ആനന്ദം ഈശോ വരുന്നത് 10:21 എടുത്ത് ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. അപ്പൊ ഈശോയുടെ ആത്മാവിൽ ആനന്ദം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ആത്മാവിൽ ആനന്ദം. ഗലാത്യർ 5:22 രണ്ടാമത്തെ കാര്യം സ്നേഹം, ആനന്ദം. ഈ ആനന്ദം എന്ന് പറയുന്നത് പ്രേഷിത ആനന്ദമാണ്. അതായത് തിന്മയുടെ ശക്തികളെ, ഇപ്പോൾ നിങ്ങളൊരു പാപം വിട്ടുപേക്ഷിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ളവർ പാപത്തിൽ വിട്ടുപേക്ഷിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അഭിഷേകം ആയിട്ടുള്ള ഒരു സന്തോഷമാണ് ആനന്ദമെന്ന് പറയുന്നത്. തിന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണത്. അതറിയണമെങ്കിൽ 10:18 വായിച്ച ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 10:18. അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. അതായത് സാത്താൻ തിന്മയുടെ സിംഹാസനങ്ങൾ തട്ടിമറിക്കപ്പെടണം. മദ്യപാനിയായാലും ശരി, ലഹരി ഉപയോഗിക്കുന്നതിനും ശരി, ഭാര്യനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിരിക്കുന്നവളായാലും ശരി, ഉപേക്ഷിക്കുന്നവനായാലും ശരി, അതുപോലെ തന്നെ തിന്മയുടെ വ്യാപാരങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരും ശരി, നമ്മളുടെ പ്രവർത്തനങ്ങൾ കാരണം അവർ പിന്തിരിഞ്ഞാൽ തിന്മയുടെ ശക്തി വ്യക്തികളിലും സമൂഹത്തിലും കുറഞ്ഞു വരും. തിന്മയുടെ ഇരിപ്പിടങ്ങൾ തട്ടിമറിക്കപ്പെടും. ഈ തിന്മയുടെ ഇരിപ്പിടങ്ങളെ തട്ടിമറിക്കുക എന്നുള്ളത് ഒരു മരിയൻ മൂല്യമാണ്. സിംഹാസനങ്ങളിരുന്നവരെ ചിതറിച്ചുട്ടപ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതിനെ മറിച്ചിടാൻ വേണ്ടി തന്നെയാണ് മനുഷ്യാവതാരം സംഭവിക്കുന്നത്. ഈശോ ആത്മാവിലങ്ങ് ആനന്ദിക്കുകയാണ്. എന്നിട്ട് പറയും അവർക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്നുള്ളതല്ല, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. നമ്മളുടെ പേരുകൾ പിതാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ആയിട്ട് എഴുതി ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രക്ഷാകര നടപടിക്രമങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം. രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് മാത്രം നമ്മുടെ പേരുകൾ എഴുതപ്പെടുന്നില്ല.
എന്താ ചെയ്യണത്? തിന്മയുടെ ശക്തികൾ. ഇപ്പം നിൻ്റെ ആങ്ങളെയാണ് മദ്യപാനി, അല്ലെങ്കിൽ നിനക്കറിയാം നിൻ്റെ നാത്തുവിനെ നിൻ്റെ ആങ്ങള വേറൊരു സ്ത്രീയുമായിട്ട് രഹസ്യത്തിൽ ബന്ധമുണ്ട്. അത് തിന്മയുടെ ശക്തിയാണ്. സാത്താനോട് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി നീ ആടെ കൂടെ നിൽക്കും? നിൻ്റെ ആങ്ങളുടെ കൂടെ നിൽക്കുമോ നാത്തുവിൻ്റെ കൂടെ നിൽക്കുമോ? നീ സത്യമായിട്ട് നിൽക്കണമെന്ന് ആങ്ങളുടെ കൂടെ ആയിരിക്കും. കാര്യം എന്താണ്? നീ മനുഷ്യ രക്തത്തിലുള്ള ആളായത് കാരണം നാത്തും വരെ കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ, നിനക്ക് തിരക്കേണ്ട ആവശ്യമില്ലല്ലോ. ആങ്ങളുടെ കൂടെ നിൽക്കും. അപ്പം നീ ആടെ കൂടെ നിൽക്കണത് സാത്താൻ്റെ കൂടെ നിൽക്കും. അത് തിന്മയുടെ ശക്തിയുടെ കൂടെ എപ്പം നീ നിന്നാലും അത് സാത്താൻ്റെ കൂടെ നിൽക്കണം. ഇത് നിൽക്കുകയാണ് ചെയ്യണത്. ഇതിനെ തട്ടിമറിക്കാൻ വേണ്ടിയാണ് മാതാവിൻ്റെ ആദ്യത്തെ നമുക്കറിയാം മരിയൻ അത്ര ഒരു പാവം പിടിച്ച പരിപാടിയല്ല. അത് വിപ്ലവകരമായ ഒരു സുവിശേഷ മുന്നേറ്റത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികൾ നമ്മൾ തന്നെ ആദ്യം തിന്മയിൽ നിന്ന് മാറണം. പിന്നീട് എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റുമുള്ള തിന്മകൾ പെരുകുമ്പോൾ അതിനെ ഒന്നും നടക്കത്തില്ലെങ്കിൽ ഒന്നിനോടും താല്പര്യമില്ലാത്ത പ്രതിരോധിക്കുന്ന തിരുത്തൽ ശക്തിയായിട്ട് സുവിശേഷകൻ മാറി നിൽക്കുന്നത് ഉടമ്പടിയുടെ ഒരു സുവിശേഷ മുന്നേറ്റത്തിൻ്റെ സാക്ഷ്യ രൂപീകരണമാണ്. ശ്രദ്ധിക്കേണ്ട. ആനന്ദമല്ല ശരിക്കും പറഞ്ഞ. ഇപ്പം കരിസ്മാറ്റിക് മേഖലയിലും ആനന്ദത്തെക്കുറിച്ച് പറയും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, യേശു ആനന്ദത്തെക്കുറിച്ച് പറയണത് എപ്പോഴാണ്? സാത്താൻ്റെ സിംഹാസനം തട്ടിമറിക്കപ്പെടുന്ന സമയത്താണ് അവൻ ആത്മാവിൽ ആനന്ദിക്കണത്, അല്ലേ? 10:21 ആ ആനന്ദം തന്നെയാണ് മരിയൻ ആനന്ദം എന്ന് പറയണത്. സാത്താൻ്റെ സിംഹാസനം തട്ടിമറിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ ആദ്യ പദ്ധതി പ്രയോഗം ആരാണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറയുമ്പോഴേ അവൻ്റെ കുതികാലിന് പരിക്കേൽപ്പിക്കുമെന്ന് പറയുമ്പോഴേ സാത്താൻ്റെ തലയെ ചവിട്ടാൻ വേണ്ടി ഉള്ള അവതാരത്തെ ഗർഭം ധരിക്കുന്നത് ആരാണ്? മറിയമാണ്. മറിയം അതിൻ്റെ പടപ്പുറപ്പാട് തുടങ്ങുമ്പോൾ തന്നെ മറിയം ആദ്യം പറഞ്ഞത് എന്താണ്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. രക്ഷകനായ ദൈവം ആരാണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്കാ 1:47 എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കൈയിടിച്ച് കർത്താൻ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടി വരുന്നത് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതിന്. ഒന്ന് സ്നേഹം, അതുപോലെ തന്നെ ശക്തിയും സ്നേഹവും ഒരുമിച്ചാണ് പോണത്. കാര്യം സ്നേഹത്തിൻ്റെ ഇഫക്റ്റായിട്ടാണ് ശക്തി രൂപപ്പെട്ട് വരണത്. നമുക്ക് സ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് ശക്തി അപ്ലോഡിങ്ങാണ് നടന്നുകൊണ്ടിരിക്കും. ദൈവത്തോടുള്ള സ്നേഹമില്ലേ, സ്നേഹം നമുക്ക് വർദ്ധിക്കുന്ന അനുസരിച്ച്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം മുതലായ ആത്മാവിൻ്റെ ഫലങ്ങൾ അടിസ്ഥാനപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നിങ്ങൾക്ക് ദൈവസ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവസ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ശക്തി ധരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കാൻ വേണ്ടി വിറഞ്ഞുതുള്ളി ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നത് അതൊരു വിഭാഗം. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുവഴി വരുന്ന ശക്തി എന്ന് പറയുന്നത് സാധാരണ പ്രാർത്ഥന വഴി വരുന്ന ശക്തിയല്ല. അത് സിംഗിൾ ഫേസും 3 ഫേസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ശക്തി കിട്ടത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, ബൈബിൾ അത് അധിഷ്ഠിതമാണത്. പക്ഷേ അത് സിംഗിൾ ഫേസാണ്. നമ്മുടെ ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് 3 ഫേസ് പവർ വേണം. അതിനെന്താ ചെയ്യണത്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് വിവേചിക്കണം. പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ജോസഫച്ചൻ പറഞ്ഞ് രോഗികളെ കാണാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ് കൃപാസനത്തിന് പറഞ്ഞ് 10 കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാം, ഞാൻ കൊച്ചിയിൽ പോയെന്ന് പറഞ്ഞത് വല്ല കാര്യമുണ്ടോ? ഇതാണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ കണ്ടൻറ്റ് വൈസ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് വിവേചിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാകുന്ന സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനമാണോ എന്നെ
ഉടമ്പടി പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എങ്കിൽ, അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവസ്നേഹത്തിലാണ്, മാംസളമായ ഹൃദയത്തിലാണ്. നിൻ്റെ കർത്താവിൻ്റെ ഉടമ്പടി എസെക്കിയേൽ അനുസരിച്ചും ജെറമിയ അനുസരിച്ചും നിന്റെ ഹൃദയാന്തര ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്. നീ തന്നെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ആളായ്മയായി മാറിയിരിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ജെറമിയ എഴുതിയിരിക്കുന്ന പോലെ 31-33 എഴുതിയിരിക്കുന്ന പോലെ ദൈവം ഉടമ്പടി നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? പെട്ടെന്നറിയാൻ പറ്റും. നമ്മൾ ഉടമ്പടി ഇവിടെ എടുത്തതേ ഉള്ളൂ, അതോ ദൈവം യഥാർത്ഥത്തിൽ ഉടമ്പടി എൻ്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ? ചെറിയ 31 പോലെ എഴുതിയിട്ടുണ്ടോ ഇല്ലയെന്നറിയാൻ എങ്ങനെ പറ്റും? അതായത് നമ്മൾക്ക് ഉള്ളിലെ സന്തോഷം തോന്നാം, ആനന്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഉള്ളിൽ കർത്താവിന് വേണ്ടി വേറെ ചെയ്യുമ്പോൾ സംതൃപ്തി തോന്നും. കർത്താവിന് വേണ്ടി ജോലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞില്ലേ, അവർ വയനാടുകാരത്തിയാണ്. അവർ ഉടമ്പടി ചെയ്തപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത് എല്ലാ സ്ഥലങ്ങളിലും അത്ര വലിയ വരുമാനമുള്ള കക്ഷിയൊന്നുമല്ല, ഉള്ള ഭർത്താവിനോടൊരു പറഞ്ഞവർ, ഞാൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പോയി പത്രം കൊടുക്കാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ അവർക്ക് നമുക്ക് പലർക്കും നമ്മുടെ അയൽവാസികൾക്ക് തന്നെ കൊടുക്കാൻ പറ്റില്ലേ, വാദപ്പനിയും പിടിച്ചകത്തിരിക്കുകയാണ്. എങ്ങനെ കൊടുക്കും, ആര് കൊടുക്കും, എപ്പോൾ കൊടുക്കും, ആ മേടിക്കുക, അവരെന്ത് പറയും, ഇങ്ങനെ കുറേ അലവലാദികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മേ, കൃപാസനത്തിൻ്റെ ശാപത്തിന് വേണ്ടി കുറേ എണ്ണം എടുത്തിട്ടുണ്ട് ഉടമ്പടി. ഇങ്ങനെ വീട്ടിൽ ഇരിക്കണേ, ഇങ്ങനെ വിറത്തുള്ളി ആരെടുക്കും വല്ലതും പറയാമല്ലോ, നമ്മളോട് കൊടുത്താൽ അവർ മേടിക്കുക. ഇങ്ങനെ സാക്ഷ്യമുടക്കാൻ ഈ ആൾക്കാർ വന്നിട്ട് അവസാനം അതായത് അവർക്ക് സന്തോഷമില്ല. അവർക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. പരീക്ഷണത്തിന് വേണ്ടി ചൂണ്ടയോടെ ഇറങ്ങിയിരിക്കുകയാണ് പിശാച്. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി നോക്കുമ്പോൾ ദൈവം കൊണ്ടുവന്ന് നിങ്ങളുടെ അണ്ണാക്കിൽ ഉച്ചരായിരിക്കണം. ദാറ്റ് ഈസ് റോങ്. എൻ്റെ ദൈവവേദന നിന്നോട് പറഞ്ഞിരിക്കുന്നത് ദൈവസ്നേഹം നിറയാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ല നിനക്ക് കിട്ടുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് നീ ഒരു മുഴക്കോല് കൊടുത്തുകൊണ്ട് ദൈവത്തെ അളക്കാൻ വന്നാലേ, കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അളക്കുന്ന അളവ് പോലെ കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന. എന്തിനാണ് ദൈവത്തെ കൊണ്ട് അളപ്പിക്കണത്? നിങ്ങൾ താങ്ങുമോ? അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. മര്യാദക്ക് ദൈവസ്നേഹം നിറക്കാൻ നോക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, എന്ത് ചെയ്താലും ഉടമ്പടി പ്രകാരം എന്ത് ചെയ്താലും കടുത്ത ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. എസെക്കിയേൽ പറയുന്നത് പോലെ പുതു ചൈതന്യം നൽകണമേ. എപ്പോഴും വന്നിട്ട് കൊല്ലത്തേക്ക് പോകും. കൊല്ലത്ത് അവിടെ പത്രം കൊടുത്തിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കൃപാസന അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും. ഇങ്ങനെ അവർ 14 ജില്ലകളിലും പത്രം കൊണ്ട് പോകും. എന്നിട്ട് ആർമാദിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ചാണ് ഇവിടെ വന്നിട്ട് ആ അനുഭവം പറയണത്. അല്ല, എൻ്റെ കയ്യിൽ നിന്ന് 1500 പത്രത്തിന് കാശ് പോയില്ല എന്ന് പറഞ്ഞ് മോന്തം കയറ്റി ചത്തവരുടെ വീട്ടിൽ മരിച്ചവരിയ്ക്കണവരിയ്ക്കുകയില്ല. അതാണ് വിഷയം. ആനന്ദം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നതോറും ആനന്ദം കൂടിക്കൊണ്ടിരിക്കും. ഇതിന് ബൈബിൾ പറയണത് ഉടമ്പടി പ്രകാരമുള്ള പുതു ചൈതന്യം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ എടുത്ത 2 വചനങ്ങളുടെ ഒരു ചൈതന്യമുണ്ട്. നമ്മളെടുത്ത വചനം ഏതാണ്? ആദ്യത്തെ ഏതാണ്? എസെക്കിയേൽ 36 അല്ലേ? എസെക്കിയേൽ 36:27. എസെക്കിയേൽ 36:27 എന്താ പറയണത്? എൻ്റെ ആത്മാവ്, അതൊക്കെ മുമ്പ് എന്താ പറഞ്ഞ ഒരു പുതു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി പകരം മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പന കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിലും ശ്രദ്ധയുള്ളവരായിരിക്കും. ഉടമ്പടിയുടെ കൂടെ ഈ പുതു ചൈതന്യം വരുന്നുണ്ട്.
ഒരു ഉടമ്പടി എടുത്ത് സത്യസന്ധ വ്യക്തിയാണ് ഉടമ്പടി എടുത്തിരിക്കണമെങ്കിൽ ഈ പുതു ചെയ്തതിന് സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി ആതുര സേവനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ പുതു ചൈതന്യം വരും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഉടമ്പടി 14:15 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. 14:15 എന്താ പറയണമെന്ന് നോക്കിയേ. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഉടമ്പടിയാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അതിൻ്റെ കൂടെ ചൈതന്യം പറയുന്നുണ്ട്, വായിച്ചോളൂ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. പ്രിയസലാണ്, ലോകത്തിന് സാധിക്കത്തില്ലെന്ന് പറയുമ്പോൾ ലോക അരൂപിക ഉള്ളവർക്ക്, എന്നുവെച്ചാൽ അവരുടെ വിഷയങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ മകളെ കെട്ടിക്കണം, അല്ലെങ്കിൽ വീട് വിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്തിരിക്കുന്നവർക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. പിന്നെ ആരെ ഉദ്ദേശിക്കണം? ദൈവത്തെ ഉദ്ദേശിക്കണം. ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നെപ്പോലെ ഞാൻ മറ്റുള്ളവരെ അറിയിക്കും. കർത്താവിൻ്റെ വചനങ്ങളിൽ അനുസരിച്ചുള്ള പരസ്നേഹ പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തോടെ ഞാൻ സമൂഹത്തിൽ സുവിശേഷത്തിൻ്റെ കാരുണ്യ പ്രവർത്തന സാക്ഷിയായി മാറും എന്നെടുത്ത സത്യസന്ധമായ ഉടമ്പടി ചെയ്തവർക്ക് എന്ത് പറ്റും? ഞാൻ അവർക്ക് എൻ്റെ ആത്മാവിനെ നൽകും. എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവനെ വസിക്കാൻ വേണ്ടി മറ്റൊരാത്മാവിനെ നൽകുകയും ചെയ്യും. ഈ ആത്മാവിന് നൽകപ്പെടുന്നവരാണ് ആരും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയണത്. ചിലപ്പോൾ അത് മാതാവായിട്ട് അവർക്ക് ഫീൽ ചെയ്യും, ചിലപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് സന്തോഷമാണോ അതോ നിരാശയാണോ? നിരാശയാണെങ്കിൽ നിങ്ങൾ പോയി വല്ല ഹോൾസെയിൽ കട എന്തെങ്കിലും ഇപ്പോൾ തട്ടുകടയൊക്കെ തുടങ്ങുകയാണ് നല്ലത്. എന്താ സംഭവം? നിങ്ങൾക്ക് മരമറിയാതെ കൊടിയിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർ മരമറിയാതെ കൊടിയിടുമെന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ ഉടമ്പടി എടുത്തിരിക്കുന്നത് വിഷയബന്ധിയായിപ്പോയി, വ്യക്തിബന്ധിയല്ല. ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയല്ല, നിങ്ങൾ എത്രയും വേഗം രക്ഷപ്പെട്ട് ദൈവത്തെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റണം. അപ്പം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഇതെല്ലാം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് എന്താ പറയണത്, ഞാൻ ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞല്ലേ സാക്ഷ്യം പറഞ്ഞിട്ട് പോണത്. എനിക്ക് ഇനിയും പറയാനുണ്ട്, ഞാൻ ഇനിയും വരും എന്നും പറഞ്ഞു പോണത്. എന്ത് സന്തോഷത്തോടെ അവരിറങ്ങിപ്പോണത്. അടുത്ത സാക്ഷ്യം കൊണ്ട് വരാൻ വേണ്ടി, അടുത്ത ദൈവാനുഭവം. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവാനുഭവമാണ്. സാക്ഷ്യം എന്ന് പറയണത് ദൈവാനുഭവമാണ്. അടുത്ത ദൈവാനുഭവം കൊണ്ട് വരുമെന്ന് അവർക്ക് ഉറപ്പാണ്. എന്താ? ദൈവത്തെ അവർ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്, ദൈവത്തെ അവർ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഇനിയും ദൈവം അടുത്ത അടയാളം എനിക്ക് തരുമായിരിക്കും. തന്നാൽ കൊള്ളാം. ആർക്ക്? ദൈവത്തിന്. പോരെ? ചിലരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇനിയും ചിലപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ കൊള്ളാം. ആർക്ക് കൊള്ളാം? ദൈവത്തിന് കൊള്ളാമെന്ന് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഈ വാദപ്പനിക്കാരൊക്കെ ഇപ്പോൾ ഒന്ന് പടന്ന് എഴുന്നേക്കണം. എന്തെങ്കിലും ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളിൽ എന്തോ ഒരു ദൈവികമായ കണം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ മോശമാണെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവിൻ്റെ അടുത്ത് വരണമെങ്കിൽ എന്തെങ്കിലും ജന്മപുണ്യം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അത് വെച്ചാൽ ദൈവം നിങ്ങളവിടെ കൊണ്ടുവന്നിരിക്കണത്. അത് മനസ്സിലാക്കിയിട്ട് അതിൽ വളരാൻ നോക്കണം. അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് നടന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുകയല്ലേ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ അളക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി എടുത്ത് വീണ്ടും നിങ്ങൾ ഡീപ്രമോട്ടായി പോകും. നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ ചുരുക്കും. നമ്മുടെ വിഷയത്തിന് ചുരുക്കാനുള്ള ആളല്ലല്ലോ നമ്മളെയോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുക, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക, അതിനാവശ്യമായ ദൈവസ്നേഹം ആർജിക്കുക. ദൈവസ്നേഹം ആർജിക്കണതും ശരിക്കും ദൈവസ്നേഹം ആർജിക്കണതും ഇപ്പം ദൈവസ്നേഹം ഇല്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോ? അങ്ങനെ ഒരു പാരമ്പര്യമോ പരിശീലനമോ ഇല്ലാത്ത ആളെന്ന് വിചാരിച്ചോ? പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ നിങ്ങളോട് കുറച്ച് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പറയുന്നു. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്? ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കാറ്
ഉന്തി സ്റ്റാർട്ടാക്കേണ്ട അവസ്ഥ വന്നു. പുതിയ കാറാണേ, അധികം കാലമൊന്നും ആയില്ല, ആരും ഡ്രൈവ് ചെയ്യാറില്ല, ഞാനാണ് എവിടെയെങ്കിലും പോണത്. പക്ഷേ കാറ് നിന്ന് പോയി. ഡ്രൈവർ പറഞ്ഞ് ഞാൻ കുറച്ച് മുമ്പ് അങ്ങോട്ടൊക്കെ എടുത്തിട്ടാണെന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷേ കാറിൻ്റെ അകത്ത് താക്കോട്ട് തിരിച്ചിട്ട് അവസാനം ഒരുത്തം വന്ന് ബൈനറ്റ് പൊക്കി അതിൻ്റെ അലൈൻമെൻറ്റ് വരെ പോയി. അപ്പോൾ ഞാൻ പിന്നെ അകത്തിരുന്നൊരു വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി, വേറെ ഒരു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ ഇവരോട് ബാറ്ററി കേടാണ്, ബാറ്ററി ഡൗൺ ആണ്. അപ്പോൾ വേറൊരു ബാറ്ററി കൊണ്ടുവന്ന് ഈ ബാറ്ററിയുടെ കൂടെ ഇട്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി പോയി. എന്നിട്ട് ആ കൊണ്ടുവന്ന ബാറ്ററി മാറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടിയപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജായി. ഈ കാരുണ്യ പ്രവൃത്തികളിൽ വരുന്ന പ്രോസസ്സിങ് ഇതാണ്. നിങ്ങൾക്കിപ്പോൾ സീറോ കൃപയാണെന്ന് വിചാരിച്ചു, സീറോ പവറാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഇന്ന് വരെ ഈ അർത്ഥത്തേക്ക് ഉപ്പതാക്കാത്ത ഒരു കക്ഷിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് കാരുണ്യം അറിയാൻ പാടില്ല, പ്രവൃത്തി അറിയാൻ പാടില്ല, ദൈവത്തിന് അറിയാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഉടമ്പടി എടുത്തുപോയി. അപ്പോൾ ഇതെന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി കേടാണ്, ഡൗണാണ്, സ്റ്റാർട്ട് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ കാരുണ്യ പ്രവൃത്തി കണ്ണും പൂട്ടി ചെയ്യുക, ദൈവസ്നേഹത്തിന് വേണ്ടി കാഴ്ചവെക്കുക. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി ആ പവർ കൊണ്ട് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടത് നമ്മുടെ ബാറ്ററി തന്നെ റീചാർജ് ആയി കഴിയും. അത് ഞങ്ങൾ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങൾ തന്നെ സ്വയമായിട്ടത് ആർജിച്ചെടുത്തോളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ വേറെ ഒരു ബാറ്ററി കൊണ്ട് ഒരു സ്റ്റാർട്ടർ കൊടുത്താൽ മതി. ബാക്കി നമ്മുടെ ബാറ്ററി തന്നെ വർക്ക് ചെയ്തിട്ട് ഇവിടെ വരെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എപ്പോഴും വിഷയമെന്ന് പറയുന്നത് കാരുണ്യ പ്രവൃത്തി തന്നെ ഇതിൻ്റെ വിഷയം. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ എന്തുമാകാം, മനുഷ്യന് നന്മ ഉണ്ടാക്കുന്ന എല്ലാ പദ്ധതികളും. അതായത് ജാതിയും മതവും മനുഷ്യനെയും ശത്രുവും മിത്രവും ഒന്നും നോക്കാതെ മനുഷ്യന് നന്മയുണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും. മനുഷ്യന് നന്മയെന്ന് പറയാൻ പറ്റത്തില്ല ഈ കാലങ്ങളിലൊക്കെ. എന്താ വെച്ചാൽ ഇപ്പം മൃഗങ്ങൾക്ക് നന്മയുണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ. ഇപ്പം ചിലരെ കണ്ടിട്ടില്ല, അപ്പം ചില വീഡിയോ കണ്ടിട്ടില്ലേ? എന്താ കാര്യം? ചിലപ്പോൾ ഒരു ആട് അല്ലെങ്കിൽ ഒരു പന്നിയൊക്കെ ചിലപ്പോൾ ചെളി പൂണ്ട് മരിക്കാൻ പോകണമെങ്കിൽ സായപ്പൻ നാട്ടിലാണെങ്കിൽ അവരതിനെ പൊക്കിയെടുക്കും എങ്ങനെയെങ്കിലും വണ്ടി നിർത്തിയിട്ട്. നമ്മളാണെങ്കിൽ അവിടെ കിടന്ന് ചാകട്ടെന്ന് പറയും. ഈ വ്യത്യാസമുണ്ട് ശരിക്കും. നമുക്കതാ ഈ ആൾക്കാരെ ഈ മൃഗങ്ങളെയൊക്കെ രക്ഷിക്കണതിൽ കുറച്ച് കുറഞ്ഞ ഒരു പ്രശ്നമേ ഉള്ളൂ. കുറച്ച് അങ്ങനെ അധികം പ്രാധാന്യം നമ്മൾ കൊടുക്കത്തില്ല. പക്ഷേ ഇവിടെ ഇക്കോസിസ്റ്റത്തിൽ ഈ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനെ എല്ലാത്തിനോടും കടപ്പാടുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ് സേവർ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത പണി ഒരു കുരുവിയെ ആരാണ്ട് കുഞ്ഞുങ്ങൾ കുരുവിയുടെ കാലെ കെട്ടിയിട്ട് തൂല് കെട്ടിയിട്ട് പറപ്പിച്ച് ആ കുരുവി പോയി ഒരു ചെടിയെ കുരുങ്ങിയിട്ട് അവസാനം അതിന്മേൽ തൂങ്ങിക്കിടന്ന്. അപ്പോൾ ഫ്രാൻസിസ് സേവർ വന്നപ്പോൾ ആദ്യം ചെയ്തത് ആ കുരുവിയുടെ കുരുക്കഴിച്ചിട്ട് പറത്തി വിട്ട്. സുവിശേഷ പ്രവർത്തനമാണത്. അപ്പം മനുഷ്യന് തന്നെയല്ല നന്മ. ഈ ഭൂമി കുടുംബത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള മനസ്സ് രൂപപ്പെട്ട് വന്നാൽ നിങ്ങൾ പക്ക ഉടമ്പടിയിലായി. ഇപ്പം നമ്മുടെ ബന്ധുക്കളെ മാത്രമല്ലേ, എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ ബന്ധുക്കളെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് നാളെ ഗുണം വരാൻ സാധ്യതയുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ മനുഷ്യനായി, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉടമ്പടി ദൈവം മനുഷ്യനുമായിട്ട് ചെയ്യാറില്ല, ദൈവ പൈതലുമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഉടമ്പടിയുടെ കപ്പാസിറ്റിയിൽ നമ്മൾ ദൈവ പൈതലാകണം. അപ്പം നമ്മുടെ ബന്ധുക്കളുടെ അപ്പുറത്ത്, സ്വന്തപ്പെട്ട അപ്പുറത്ത്, നമുക്ക് സഹായം ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരുടെ അപ്പുറത്ത് ഒരു പ്രയോജനമില്ലാത്തവരാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ അവർക്ക് വേണ്ടി സമയമോ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു സഹായമോ ചെയ്തു കഴിഞ്ഞാൽ നീ ദൈവ പൈതലായിട്ട് മാറി. ഞങ്ങളെ സെമിനാരിൽ നിന്ന് തെറ്റ് പഠിപ്പിച്ച് ഇറക്കിയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡീക്കന്മാരുടെയൊക്കെ ഭയങ്കര അവസാനത്തെ കൊലക്കാരാണ് ഡീക്കന്മാരുടെ ഭയങ്കര വിരുന്നും ഭയങ്കര അവസാനത്തെ ഫെയർവെൽ സ്പീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അച്ഛൻ വന്ന് അവസാനം നമ്മളെ യാത്രയാക്കി സെമിനാരി 7 കൊല്ലത്തെ പഠനവും കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഗുഡ് ബൈ പറഞ്ഞ് യാത്രയാക്കുമ്പോൾ അവർ നമുക്കൊരു സന്ദേശം തരും. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ നല്ല ചൈതന്യമുള്ള അച്ഛനായിരിക്കും വന്ന് പറയണത്. എന്നെ ഡീക്കനാക്കി ഇറക്കിയപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ഇന്ന് ഓർത്തിരിപ്പുണ്ട്, നിങ്ങൾ ബേസിക്കായിട്ട് ആദ്യം ഒരു മനുഷ്യനാവുക.
അതിനുശേഷം നിങ്ങളൊരു പുരോഹിതനാകാൻ പറഞ്ഞു. ഞാൻ പിന്നീട് എൻ്റെ ജീവിതം വെച്ച് നോക്കിയപ്പോൾ എന്ത് പൊട്ടത്തരമാണ് പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിച്ച് പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് പോയി. കാര്യം ഒരു പുരോഹിതൻ എത്രയോ വലുതാണ് മനുഷ്യനേക്കാൾ. ആദ്യം ഒരു പുരോഹിതനാകാൻ പഠിഞ്ഞ മനുഷ്യന്മാരെ ഇവിടെ ആവശ്യമുണ്ട് കൂടുതലുണ്ട്. ആദ്യം ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ചൈതന്യം അതുപോലെ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അർപ്പിതനാണ്. ആദ്യം ഒരു പുരോഹിതനാകാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി മനുഷ്യരായതുകൊണ്ട് പുരോഹിതനാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു നല്ല പുരോഹിതനായ ഓട്ടോമാറ്റിക് മനുഷ്യനാകാം. ഒരു മനുഷ്യനായതുകൊണ്ട് പുരോഹിതനാകണമെന്ന് നിർബന്ധമില്ല. കാര്യം പുരോഹിതൻ്റെ അകത്ത് ഈ സ്വയംദാനമെന്ന് സംഭവമുണ്ട്, മനുഷ്യനിൽ സ്വയംദാനമില്ല. അപ്പോൾ ഈ 7 കൊല്ലം പഠിപ്പിച്ചിട്ട് അവസാനം വിഡ്ഢിത്തരവും പറഞ്ഞാണ് ഞങ്ങളെ പുറത്ത് കൈവെപ്പിച്ച് വിട്ടിരിക്കണേ. ഇങ്ങോട്ട് നമ്മൾ കർത്താവിൻ്റെ പഠനങ്ങളോട് തെറ്റാണത് ശരിക്കും പറഞ്ഞ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പുരോഹിതനായി കഴിയുമ്പോൾ നമുക്ക് വേറെ മുമ്പും പുറകും പെങ്ങളും ആങ്ങളെയും ആരും ഒക്കെ ഒന്നും ഇല്ല. ആരാണുള്ളത്? ജനം. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയാണുള്ളത്. പിന്നെ ഉള്ളവരാരാണ്? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ സാധ്യതയുള്ള ജനങ്ങൾ. ക്രിസ്ത്യൻസ് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും നമുക്ക് പാപക്ഷമ നൽകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുകയും ചെയ്തെങ്കിൽ ആ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ സാധ്യതയുള്ള ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി അർപ്പിതനായിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ എന്താ വിഷയം പറയുന്നത്? ഒരു മനുഷ്യനേക്കാൾ നിലവാരത്തിലുള്ള കാര്യം. ക്രിസ്തു ഒരേ സമയം മനുഷ്യനായിരുന്നു, അതേസമയം തന്നെ അവൻ ദൈവമായിരുന്നു. ഇവൻ്റെ ഒരു പകർപ്പായിട്ടാണ് പിന്നീട് പൗരോഹിതം വരണത്. അപ്പം ഞാൻ പറയണത് ഞാൻ കേമനാണെന്ന് പറയുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഈ നമ്മളെ പ്രയോറിറ്റി ഓഫ് സെറ്റിങ്സിൽ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ വിഡ്ഢിത്തരങ്ങൾ സഭയിൽ എഴുന്നള്ളിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പറയണത് ഒരു ദൈവ പൈതലുമായിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്യണത്, ഒരു മനുഷ്യനുമായിട്ടല്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഒരു ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്താ കാര്യം? ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾക്ക് മെച്ചമില്ലാത്ത ആൾക്കാർ, ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ ഈ ജന്മത്തിൽ നമ്മളെ വീണ്ടും കണ്ടുമുട്ടില്ലെന്ന് വരും. നിങ്ങൾ നാളെ കണ്ടുമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കൈസഹായം ചെയ്യണത്. നമ്മളവരെ ചെയ്തു കഴിഞ്ഞാൽ അവരെ സഹായിക്കും. അവർക്ക് വസ്ത്രം കൊടുക്കുകയോ പണം കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ നമ്മളെ സഹായിക്കും. ഇത് മനുഷ്യന് സാധിക്കുന്ന കാര്യമാണ്. ഇത് മനുഷ്യത്വം അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ദൈവപ്രകൃതിയുള്ളൊരു മനുഷ്യത്വം വേണ്ടി വരും. ഉടമ്പടി ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശിലാഹൃദയം എടുത്ത് മാറ്റും, പകരം എന്ത് ചെയ്യും? മാംസളമായ ഹൃദയം നൽകും. എന്തിനു വേണ്ടിയാണ്? ഒരു പുതു ചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കും. പുതു ചൈതന്യത്തിന് നിക്ഷേപിക്കപ്പെടുമ്പോൾ ആ പുതു ചൈതന്യം നമ്മൾ പ്രവർത്തനക്ഷമമായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവരാജ്യം സംജാതമാക്കുന്നതിനുള്ള ദൈവ പദ്ധതിയിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ സഹകരണമാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവേ. തോന്നൽ എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നണം. ഒരുപക്ഷെ ശരീരത്തിന് വേദനയായിരിക്കും തോന്നണത്, ശരീരത്തിന് വേദനയായിരിക്കും, കാശ് നഷ്ടമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടോ? എങ്കിൽ ഉടമ്പടി പിടിച്ചിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ശരീരത്തിന് വേദന, കാശ് നഷ്ടവും ധനനഷ്ടമൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ സന്തോഷവും ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയല്ലേ. അങ്ങനെ പറഞ്ഞ് ഉടമ്പടി പിടിച്ചിട്ടില്ല. ദൈവസ്നേഹമല്ല, അത് മനുഷ്യാരൂപിലാണ്, ജഡാരൂപിലാണ് ചെയ്തിരിക്കുന്നത്. ജഡാരൂപിൽ നിങ്ങൾക്ക് ഉടമ്പടിയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്താ പ്രശ്നം? ദൈവാരൂപി ചെയ്യണമെങ്കിൽ സന്തോഷമുണ്ടാകും. അത് ഒരു 10 പേരെ രോഗികളെ കാണാൻ പോയാലും 10 പേരുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും 10 പത്രം 10 സ്ഥലങ്ങളിൽ കൊടുത്താലും വേണമെങ്കിൽ നിങ്ങൾക്ക് 10 പത്രം അടുത്തടുത്ത് കൊടുക്കാൻ പറ്റും. ചിലർ പറയും, അപ്പോൾ ചില വീട്ടിൽ പത്രം കൊടുക്കാൻ ചിലർ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ല, ഒന്നുകൂടി ഇരിക്കട്ടെ എന്ന് പറയും. ഇങ്ങനത്തെ അലവലാദികളുണ്ട്, ഭയങ്കര അലവലാദികൾ. ചിലരെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഉടമ്പടി പിടിച്ചിട്ടില്ലെന്ന് അറിയാൻ പറ്റും. അതായത് പല വീടുകളിൽ പത്തം കൊണ്ടുണ്ടാക്കിയല്ല, അപ്പോൾ അതിൽ പല ആൾക്കാരും ഉണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ ഒരു വീട്ടിൽ പത്തം കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും ഇതല്ലേ, ഇതിവിടെ കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ലേ, വണ്ണം കൂടി ഇരിക്കട്ടെ. എന്ത്? അവർക്ക് പോകാൻ കഴിയില്ല. അളിഞ്ഞ മോന്ത്യമായിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കുകയാണവർ ഈ വിഷയം. ഒരു ഉടമ്പടി പിടിച്ചിട്ടില്ല, ജന്മത്തെ പിടിക്കത്തില്ല. നിങ്ങൾ ഇവിടെ കൊടുത്ത ആ പത്രത്തിൻ്റെ കാശ് വാങ്ങിച്ചുകൊണ്ട് എപ്പോഴും ഈ ജില്ല വിട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. കാര്യം നിങ്ങൾക്ക് ഈ പണി പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കിത് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും.
അത് മര്യാദക്ക് ഓരോ ക്ലാസ്സുകളും കേട്ടിട്ട് എങ്ങനെയാണ് ദൈവസ്നേഹം ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കണം. എന്താ കാര്യത്തിൽ നമുക്ക് സന്തോഷം തോന്നണം. നമുക്ക് ശാരീരിക വേദന ഉണ്ടാകും, പക്ഷേ മനസ്സിന് സന്തോഷം തോന്നും. അപ്പോൾ ഉടമ്പടി പിടിച്ചു നിർത്താം. കർത്താവ് എന്താ പറയുന്നത്? ഗർഭിണിയെപ്പോലെയാണെന്ന്. ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷം എന്ന് പറയുന്നത് ഗർഭിണിയെപ്പോലെ എന്നാണ് പറഞ്ഞാൽ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവ പൈതല് ആര്? ഇപ്പം ന്യായസ്ഥാനപ്പെട്ട ക്രിസ്ത്യാനി എന്നല്ല ഞാൻ പറയണത്. ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളെല്ലാം, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വ്യക്തികളെല്ലാം ക്രിസ്ത്യൻസാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അവന് നിത്യരക്ഷ കിട്ടും. എക്സ്ട്രാ ആയിട്ട് കിട്ടണത് എന്താണ്? നീ ഒരു ക്രിസ്ത്യനാകുമ്പോൾ നിനക്ക് എക്സ്ട്രാ കിട്ടണത് എന്താണ്? നിത്യതയാണ്. കാര്യം എന്താ ഈശോ പറഞ്ഞത്? എൻ്റെ കൂടെ ക്രിസ്തുവിനോട് മരിക്കുന്നവൻ ക്രിസ്തുവിനോട് കൂടെ ഉയർക്കും. കാര്യം ക്രിസ്തുവിന് വേണ്ടിയല്ലേ നമ്മൾ ലോകത്തിന് മരിക്കണത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ വിശ്വാസം സ്വീകരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ആ ഒരൊറ്റ വാക്കാണ് കൂടുതലുള്ളത്. മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ ഇതിനകത്തുള്ളത് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സംഭവം എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആരും പറയാത്തത് കൊണ്ട്, ക്രിസ്തു മാത്രം പറഞ്ഞത് കൊണ്ട് നിൻ്റെ നിത്യജീവിതത്തിൻ്റെ പേറ്റൻ്റ് ക്രിസ്തുവിനെ ഉയർപ്പിടാനുള്ളത് കൈയടിച്ച് കർത്താവ്.